കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. നീ കണ്ടോ, കൊല്ലം നമ്മൾ പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. ഗ്രീനോയെ, പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഡാദം നീ ആപ്പിള് തിന്നണ്ടട്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിള് തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത? നത്തിങ് ഈസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ടാ. എന്നാണാവോ? ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഈ പറമ്പിന് ചുറ്റിനൊരു സിറ്റി. പൂരം കഴിഞ്ഞാൽ ടൗൺ മുഴുവനൊരു പൂരപ്പറമ്പ്. ലോകത്ത് വേറെ എവിടെ ഉണ്ടാ ഇങ്ങനൊരു സെറ്റപ്പ്? ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ. നാളെ അപ്പാപ്പന്റെ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. കാര്യങ്ങൾ തല കുത്തി മറിയണം. നീ കണ്ടോ? മറിഞ്ഞാ മതിയായിരുന്നു. പുണ്യാളാ, എന്തോ നിന്നല്ലടാ. ഇവരിത്തപ്പെട്ടപ്പോയി കിടക്കുക. ആ എന്നിട്ടാ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു ശവാടക്കിന് പോണെന്ന് പറഞ്ഞ രജിസ്റ്റർ അകത്തിടന്ന് കയറി പിടിക്കുക. ഒന്ന് വേഗം ആയോ ചോട്ടാ. അമ്മാമ്മയുടെ കുഴിമാടത്തിന്ന് അപ്പാപ്പനെന്ന് വരണ്ടാ. എനിട്ടിപ്പോ മുതല് മൂപ്പര് വേറൊരു മൂടില്ല. എന്റെ ആളെവിടെ? സാധനകത്തുണ്ട്. ആ ദേ ഇരിക്കണ്. ഈ പ്രാർത്ഥന എമ്മടിക്ക് അങ്ങനെ പോട്ടാ. ഒരു സെറ്റപ്പിൽ പിടിച്ചെടുത്തേക്ക ഞാൻ. ഇത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറ മൂപ്പരുടെ ശവാടക്കില്. ഒന്നും വിളിക്കുന്നേ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് അപ്പാപ്പാ ഞങ്ങളുടെ വേണ്ടെന്നേ, അമ്മാമ്മയെ ഓർമ്മിക്കുന്നേ. അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പാപ്പനിട്ട് കൊടുത്ത മാലയാ. കണ്ട സ്നേഹം. പണയം വെക്കാൻ ചോദിച്ച തരുടി നിന്റെ മാല. അല്ല ആലിസണ്ണി പിള്ളേരൊന്നും വന്നില്ലേ പോളേട്ടാ? എന്തുകൊണ്ടാടാ ഈ കോലത്തിൽ അപ്പന്റെ രണ്ടാം കെട്ട് കാണാനാ? ഇവൻ ഒറ്റ ഇതിന്റെ പിന്നില് വെറുതെ ഇരുന്ന അപ്പനെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയില് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കല്ലേ പോളിയാളേപ്പാ. ജോയേ, ആ ഇങ്ങടെ വന്നേ. ആ എന്തേ? എനിക്കൊരു നാണം. എന്തിട്ട്? ഗ്രേസിയെ കമ്പ്യൂട്ടറിലല്ലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണാൻ പോണേ. അത്ര ഉള്ളോ? അപ്പാപ്പനോട് ഇറങ്ങിയേ. ഇറങ്ങ. ആ അതന്നെ പോലത്തെ കളി വെച്ചോളോ. കയ്യമ്മ പിടിച്ചു വലിക്കില്ലെന്ന് കയ്യിന്ന് വിട്. ജീൻസ് ഇട്ട് ശീലമില്ലാത്തോണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. മുണ്ടെടുക്കാറുന്നല്ലോ. ഗ്രേസിക്ക് ജീൻസാ ഇഷ്ടം. എന്റെ ലുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ അല്ലേ? കംപ്ലീറ്റ് ഓക്കെയാണ്. ഇങ്ങോട്ട് വായോ. നിക്ക് ഒരു സെക്കൻഡ്. ഹന്നാമ്മ എല്ലാം പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം. ഗ്രേസി എവിടെയാ? അകത്തുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓഹോ, അമ്മാമ്മയുടെ ഓർമ്മമാല ഒരു പോക്കറ്റ് എന്തിനാന്ന് മനസ്സിലായി ചേച്ചിക്ക്. ആ ഓർമ്മ കഴിഞ്ഞൂന്ന്. ഇനി ഗ്രേസി ചേച്ചിയുടെ ടൈം. ഗ്രേസി നാടകം കളിക്കാണ്ട് വന്ന് ഒപ്പിടണ്ട. ആരൊക്കെ സാക്ഷികള്? എന്താ റൈസാളെ പറയണേ? ഫസ്റ്റ് മിണ്ടാണ്ടിരുന്നേ. മൂപ്പർക്ക് ഒരു ശവടക്കിന് പോണ്ടതാണ്. ഞാനും വേളപ്പനും കൂടി സാക്ഷി ഒപ്പിടാം. ഇവിടെ എന്തൊരു സുഖ. ഇവിടെ ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടാ? എന്റെ കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാടാ. എന്റെ സ്വഭാവത്തിന് ശരിക്കും അറിയില്ല. ഒരു രണ്ടാം കെട്ടുകാരന്റെ വിഷമം ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ എവിടെ ഒപ്പിടണ്ടേ? ഇവിടെ. ആ സോറി കേട്ടോ, മൂപ്പര് ആദ്യമായിട്ട് രണ്ടാമത് കെട്ടണേ, അതിന്റെ ടെൻഷനാ. എളുപ്പാ കേട്ടോ. ആരാ മരിച്ചേ? രജിസ്ട്രാറെ നൈബറാ. എന്ത് പറ്റിയേ? ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നേ.
ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിന് ഒപ്പിട്ട് പോയ ആളാ വീട്ടിലെത്തിയില്ല അപ്പോഴേക്കും കഴിഞ്ഞു. ഏയ്, ഈശോയേ. അയ്യോ എന്താ പാപ്പ എനിക്കൊന്നുമില്ല, ആ ചെറ്റയോടൊന്ന് വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. ഒന്നുമില്ല, പെണ്ണ് കിട്ടിന്റെ അസൂയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് ഗ്രേസി. ഒരു ഏജ് കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും അവർ ഹെൽത്തി ആയിട്ട് തോന്നും, അതാ പ്രോബ്ലം. ഓ, ഒരു നേഴ്സിനെ കെട്ടിയോണ്ടുള്ള ഗുണം കണ്ട അപ്പാപ്പ. അപ്പാപ്പന്റെ ലൈഫിലേക്ക് കേറി വന്നിട്ടുള്ള മാലാകയാണ് ഗ്രേസി അമ്മ. ദേ, ഞാൻ ഇത് ഉടക്കി കിട്ടോ. ആവശ്യം കിട്ടാ ഈ അപ്പാപ്പന്റെ കാര്യം. ഇനി എല്ലാരും മധുരം കഴിച്ചേ. ആഘോഷമായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു അല്ലേപ്പാ? ഓ തന്നെ എനിക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. ഉവ്വ. ആ. എന്റെ അമ്മേ, കുറച്ച് കഴിക്ക്, ഇതൊരു ചടങ്ങല്ലേ. നോക്കിയേ, ഇത് പൂരപ്രാന്തരാട്ടാ. നിങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മുടെ തൃശ്ശൂർ പൂരമായിരിക്കും അല്ലേ പാപ്പാ? ഹോളിയളപ്പനെ സംഭവട്ടും പിടിച്ചിട്ടില്ലേട്ടാ. വയസ്സാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ടൈമില്ലല്ലോ. നമ്മളെന്തായാലും അപ്പാപ്പന്റെ കൂടെയാടി. അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് എളപ്പന്. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വെക്കണ്ടേ? എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാ പോരാ, ലോകം മുഴുവൻ കാണണമെന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. നിന്നെ കെട്ടി പോലത്തെ ഒരു അബദ്ധം ഇനി ഞാൻ ചെയ്യില്ലേട്ടാ. പണി പാൽവെള്ളത്തിലാ. ഡേയ്, നീ വേഗം റെഡി ആയിക്കോ, ഞാൻ ഓഫീസിൽ വിടാം. പിന്നെ വണ്ടിയാണെന്ന് എടുക്കൂട്ടോ, ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഡേയ്, നീ ആ ബ്ലൂ കുർത്തിട്ടോ, അതാവുമ്പോ നിനക്ക് നന്നായിട്ട് ചേരും. ഹായ്, ഞാൻ പറഞ്ഞില്ലേ നന്നാവുന്ന്. ഗംഭീരായിട്ടുണ്ടേ. അതെ, നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ? വരുവോ? പിന്നെന്താ, വരൂലോ. കളർ വെച്ചിട്ടുണ്ടാ നീ? അതെ, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 മണീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നതാ ജോയ് ഇത്? വാടക കൊടുക്കാൻ വെച്ചിരുന്ന പൈസ അത്. കോട്ടയത്തുനിന്ന് വന്നിട്ട് ഇത്ര നാളായി, ഇപ്പോഴും എന്നതാ ജോയി ചെയ്ത്. തമാശ കള ജോയ്. നിക്ക്, ഈ വാടക 1-ാം തീയതി കൊടുത്താ പോരെ, അതിനു മുമ്പ് തിരിച്ചു തരാന്ന്. നോക്കിയേ, ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിനായിരുന്നു ഈ കള്ള സ്നേഹം അല്ലേ? എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോദ്യം ചെയ്യരുതിട്ടാ. നമ്മള് ഇന്നോവേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമുക്കൊരു ടഫ് പീരീഡ് ആണ്, ബട്ട് വൺ ഡേ വരും. നീ നോക്കിക്കോ മോളെ, നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ് ക്ലിക്ക് ആവും. ഇത് ഞാൻ കൊറേ ആയി കേട്ടു തുടങ്ങിയിട്ട്. ബാങ്കിൽ നിന്ന് കുര്യൻ സാർ വിളിച്ചിരുന്നു ഇന്നലെ. ജോയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ ആള് ശരിയല്ലടി. 4 വട്ടത്തെ EMI മുടങ്ങിയെന്നും പറഞ്ഞ് 40 വട്ടം വിളിക്കും വൃത്തിയായിട്ടവൻ. മനുഷ്യരെ കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ, നീയൊക്കെ തരണ പോലെ. സാറിനെ ചെന്നൊന്ന് കണ്ടേക്ക്. അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നേ. സാറിന് റിസ്ക് തന്ന ലോണല്ലേ? കണ്ണാടി വീട് ജോയ്, എനിക്ക് പോവാൻ ലേറ്റ് ആയി. ഇതൊക്കെയല്ലേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാസായിട്ടാ. അപ്പാപ്പന്റെ കെട്ടൊക്കെ കഴിഞ്ഞാ? അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു. ജോയിയുടെ ചന്ദനത്തിന് സംഭവം കൊള്ളാട്ടാ. നല്ല മണം, കത്തിച്ചവന് ഒറ്റ കൊതുവില്ല. അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി അല്ലേ പിടക്കണ ശാന്തേച്ചിയെ. എന്നാ ഒരു 5-6 പാക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടാ ജോയിയെ, വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ. അയ്യോ, കുറച്ച് ദിവസത്തെ ഡിലേ വരൂട്ടാ. കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. ദേവസായിട്ടുള്ള കേസ് തീർന്നിട്ടില്ലല്ലോ. ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ. കാണാപ്പോ. എന്താ ഈ റോ മെറ്റീരിയൽസ്? ചാവള്ളല്ലോ കൊല്ല്. പണിയെടുക്കാണ്ട് കളിക്കാതെ. ജോയിട്ട പേട്ട പേർ പണിക്കാർ കിട്ടില്ല. മൊലാളി മോനെ, ഇത്തിരി നീങ്ങൊന്ന് പൊക്കോട്ടെ. ഞാൻ ജോലി ബുദ്ധിമുട്ടാവണ്ടാ.
ആനപ്പെണ്ണം കിട്ടാണ്ട് ഞങ്ങൾ എന്ത് പണിയാനാ? ഈ രണ്ടരത്തിന് മിക്കവാറും ഞാൻ കൊല്ലൂടാ. ശമ്പളം ചോദിക്കാൻ ഒരു മടിയില്ലേ? അത് ശരിയാ. എന്നാ എവിടെ തിന്നിട്ടാണെങ്കിലും സാധനം ഒപ്പിക്കണം. അതേറ്റു. ഡാ നീ ആ ചാവിങ്ങടുത്തേ. എന്നാ അമ്മയുടെ രാവിലെ 500 രൂപ വാങ്ങി പെട്രോൾ അടിച്ചാ. ഒല്ലൂർ ഇന്ന് പെണ്ണ് കാണാൻ ജോയേട്ടനും വരാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഉച്ചക്കല്ലേ? എടാ നമ്മുടെ ആനുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ദേ ചുരുട്ടിക്കുട്ടി വെച്ചേക്ക. പരമേശ്വരൻ, കുട്ടുപനായര്. ഇയാളൊന്നും ചത്തില്ലാവോ? ഇതെന്തൊട്ട് തേങ്ങയുടേത്? തൃശ്ശൂരിൽ നിന്ന് ഒരൊറ്റ പുതിയ ആന മുതലാളിമാർ ജനിക്കണല്ലേ? ഇനി മറ്റുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പെട കിട്ടും. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മാഷ്ക്കും ടീച്ചർക്കും ഇപ്പോഴും നിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാ തോന്നണേ. ജോയേട്ടാ 16 കൊല്ലം കാത്തിരുന്നുണ്ടായ പൊൻകുഞ്ഞ ഞാൻ. അതേ തൊട്ട് കളിക്കണ്ട. പൊങ്കുഞ്ഞ് വണ്ടിക്ക് കയറ്, അല്ലെ വെയിലടിച്ച കരിങ്കുഞ്ഞാവും. ഞാൻ എടുക്കണോ ജോയേട്ടാ? ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ ഒരു വെയിറ്റ് ഉണ്ടാവും. അതൊക്കെ ഓൾഡ് ഫാഷനല്ലടാ. നമ്മുടെ നടൻ മമ്മൂട്ടി ചുള്ളൻ, പുള്ളി വരെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ പിണ്ടിട്ട പോലെ അടുത്തിരിക്കും. നീ കേറിയേ ഉണ്ണിയാളാ. വണ്ടി ബാക്ക് എടുത്ത് വിറ്റാളെ കൊന്നാലോടാ. ഒരു ദരിദ്രവാസി മുതലാളി വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് വായോ. പണിയൊന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കാനേ. ഇത് നിയമസഭയൊന്നുമല്ലല്ലോ. ഇനി വേറെ സ്ഥലത്ത് ചെന്നാ പണിയെടുക്കേണ്ടി വരുവോ? കംപ്ലീറ്റ് അവർക്കല്ലേ. ഒരു ഹിന്ദു ഇതങ്ങോട്ട് കത്തിക്കുമ്പോ അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചതിന്റെ ഫീലല്ലേ എന്റെ കൃഷ്ണേട്ടാ? ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാതെ ഒരു ഫ്യൂണറൽ ഉണ്ടായിട്ടുണ്ടാ? മുസ്ലിങ്ങളുടെ അവരുടെ റിലീജിയന്റെ ഭാഗം തന്നെയാണ് ഈ ചന്ദനത്തിരി. അറിയോ കൃഷ്ണേട്ടന്? നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനോളുടെ ആ പിണ്ടം, അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരുന്നവരെ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമാനിറ്ററി സർവീസ് ഒന്ന് ചെയ്തു തന്നൂടെ കൃഷ്ണേട്ടാ? ചിമിച്ചേട്ടാ, ജയേട്ടൻ. അതേരാ. ഇതിലിപ്പോ എന്തുട്ടത്ര ആലോചിക്കാൻ? അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളൻ താമസിന് അതിനെ തെക്കോട്ടിറക്കത്തിന് ഉണ്ടാവും. അതൊരു തീരുമാനാ. ഞാൻ അതേ ജയന്റെ അടുത്തെത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസെന്റ് എഴുതി തന്നാ മതി. കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരിയെന്നാ കാണപ്പോ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ആരുടെ 60 പറഞ്ഞേ? പാകിസ്ഥാനിൽ ചോദിച്ചിട്ട് കൊടുത്തില്ലേ ഞാൻ? എന്നാ 60 കൊടുക്കും ഞാൻ. ആന എനിക്ക് വേണം. നീ ആ സാധനം വെച്ചേ. ശരി ശരി. തോമസേട്ടാ 10 മണിക്ക് വരാന്നുണ്ട്. ഇപ്പോഴാണോ വരണേ? പോയതാ പുണ്യാളം ജോയിലടാ. അതെ, തോമസേട്ടൻ അറിയാവനെ. ജാതി പുല്ലേട്ടാ. നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷാന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോ എന്ന് കാട്ടാള മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ തുറന്നാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷ്യനുള്ള സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണട്ടാ. ഇതാണ് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കണേ? ഇതൊന്നും ശരിയാവില്ലേ? നീ കൊണ്ടുപോയ മോനെ. ഞാൻ പറയട്ടെ. ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കണം. ഓട്ടോ കാശിന്റെ 3 കൊടുത്താ പോരെ? 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസാണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നമ്മുടെ കാട്ടാളൻ റിക്ഷാസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ? അപ്പൊ കാശ് മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തിട്ടുണ്ടായേ? അവന്റെ അമ്മയുടെ കാട്ടാളൻ റിക്ഷാസ് 500 വണ്ടി ഉണ്ടാക്കിയിട്ട് അവസാനം ഇരുമ്പ് വിലക്ക് ഞാൻ തൂക്കി വിറ്റേ. അക്രമായാലോ? അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. ഉഗാണ്ടിൽ അവന്റെ മാർക്കറ്റ് ഉണ്ട. വഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ പേരില്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായി നക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. കാശും പോയി, കിട്ടോനെ